നിങ്ങൾ വാട്സപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഇതുവരെ വാട്സപ്പിലോ മറ്റു സോഷ്യൽ മീഡിയ ആപ്പുകളിലോ നിങ്ങൾ തുറന്ന ലിങ്ക് ചിലത് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ കാപ്പബിൾ ആയിരുന്നു. സാധാരണയായി നമ്മുടെ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ നമുക്ക് യൂട്യൂബ് ലിങ്ക്, അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക്, അല്ലെങ്കിൽ ബാങ്ക് ലിങ്ക്, ഇതുപോലുള്ള ലിങ്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. നമ്മളൊരു ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു ലിങ്ക് തുറക്കുമ്പോൾ അത് പലപ്പോഴും ബ്രൗസറിൽ തുറക്കില്ല, അത് വെബ് വ്യൂ എന്ന സംവിധാനത്തിലാണ് തുറക്കുന്നത്. നിങ്ങൾ ആപ്പിനുള്ളിൽ തന്നെയാണ് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥ വെബ് അഡ്രസ്സ് വ്യക്തമായി നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റില്ല. ഇതുപോലുള്ള ലിങ്കുകളിൽ നിങ്ങൾക്ക് അധിക പ്രൊട്ടക്ഷനും ഉണ്ടാവില്ല. കൂടാതെ ആഡ് ബ്ലോക്കർ പോലുള്ള സുരക്ഷകളും ഉണ്ടാവില്ല. ഇതാണ് പല ഓൺലൈൻ സ്കാമുകളും ഉപയോഗിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഏത് സൈറ്റിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് 30 സെക്കൻഡിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഡാറ്റ മോഷ്ടിക്കാൻ തയ്യാറാക്കിയ പേജാണോ എന്നും അറിയില്ല. ഇതിലും വലിയ പ്രോബ്ലംസ് ആൻഡ്രോയിഡിൽ ഡിഫോൾട്ടായി ഇനേബിൾ ചെയ്ത ഒരു സെറ്റിംഗ്സ് ആണ് ഇതിന് സഹായിക്കുന്നത്. ഈ സെറ്റിംഗ്സ് അത്ര പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെ ഇന്നലെയാണ് ഈ സെറ്റിംഗ്സ് ഓഫ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ സെറ്റിംഗ്സ് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ആദ്യം നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോയി നിങ്ങൾക്ക് അവിടെ ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ശേഷം താഴെ സ്ക്രോൾ ചെയ്താൽ ഡിഫോൾട്ട് ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പിന്നെ വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാം ഓപ്പണിംഗ് ലിങ്ക്സ് എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മുകളിൽ തന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, ഇൻസ്റ്റൻറ്റ് ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് ഡിഫോൾട്ടായി നിങ്ങളുടെ എല്ലാവരുടെ മൊബൈലിൽ ഇത് ഓൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് ഓപ്പൺ ആയിരിക്കുമ്പോൾ ആൻഡ്രോയിഡ് തന്നെയാണ് ലിങ്ക് എവിടെ തുറക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് എല്ലായ്പ്പോഴും സുരക്ഷിതമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ഓഫ് ചെയ്യുക. ശേഷം അതിന് താഴെ തന്നെ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റൻറ്റ് ആപ്പ് പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ കൂടി ക്ലിക്ക് ചെയ്യുക. ശേഷം ഇത് ഇവിടെ ഓൺ ആണെങ്കിൽ ഇതുകൂടി നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ശേഷം ബാക്ക് പോവുക. പക്ഷേ ഇതോടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ താഴെ നിങ്ങൾക്ക് ഒരുപാട് ആപ്പ് ലിസ്റ്റുകൾ കാണാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് അതിൽ വാട്സപ്പ് ഉണ്ടാകാം, ഇൻസ്റ്റാഗ്രാം ഉണ്ടാകാം, ഫേസ്ബുക്ക് ഉണ്ടാകാം. എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നിന്ന് ഉദാഹരണത്തിന് ഞാൻ ഇതിൽ നിന്ന് വാട്സപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ഓപ്പൺ സപ്പോർട്ടഡ് ലിങ്ക് അവിടെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് നിങ്ങൾ ഓഫ് ചെയ്യുക. ഇത് ഓഫ് ചെയ്താൽ നിങ്ങൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ബ്രൗസറിൽ തന്നെ ഓപ്പൺ ചെയ്യും. അത് വളരെ കൂടുതൽ സുരക്ഷിതമാണ്. കാരണം ബ്രൗസറിൽ യഥാർത്ഥ വെബ് അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കൂടാതെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ സ്കാം തിരിച്ചറിയാനും വളരെ എളുപ്പമാണ്. ഓർമ്മിക്കുക, ആർക്കെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് മോഷ്ടിക്കണമെങ്കിൽ അവർക്ക് നിങ്ങളെ ഹാക്ക് ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ്രോയിഡിൽ ദിവസേന നമ്മൾ അറിയാത്ത പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി, പ്രൈവസി, ബാറ്ററി, പെർഫോമൻസ് തുടങ്ങിയ കൂടുതൽ ടിപ്പുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ഐക്കൺ കൂടി അമർത്താൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.